ചങ്ങാതിമാരെ നല്ല കിടുക്കാച്ചി ഒരു വെജിറ്റബിൾ ബിരിയാണി റെസിപ്പി കേട്ടോ. ഇത് കാണില്ലേ ദമ്മൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴേക്ക് ഇവനെ കാണുമ്പോൾ തന്നെ കൊതിയല്ലേ എൻ്റെ ചങ്ങാതിമാരെ. ഒന്നും നോക്കണം, നേരെ റൈസ് എടുത്തു, ഒരു 2 കിലോ റൈസ് എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി. അപ്പം നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹമല്ലേ നമ്മുടെ എല്ലാ ചങ്ക്. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം സ്റ്റൈലായിട്ട് ഒഴിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിന്ന് കട്ട സപ്പോർട്ടിന് എല്ലാ ചങ്ങാതിമാരും 1000 നന്ദി കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചാനലങ്ങ് നേരെ ഇങ്ങ് തള്ളിക്കൊടുത്ത ചങ്ങാതിമാരെ. കൂടെ ഇതുപോലെ കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ ചെറുതായി അരിയുക കേട്ടോ. കോളിഫ്ലവർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ശേഷം നമ്മളെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിക്കൽ. ശേഷം ഇതുപോലെ പാത്രം ചൂടാക്കുക. പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച ശേഷം ഇവൻ്റെ മുകളിലേക്ക് ഓൾഗര മസാല, ബേലീസ്, പെപ്പർ, സിനമണ്, അതുപോലെ ജീരക, ഈ വക സാധനങ്ങൾ എല്ലാം കൂടെ ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കണ്ടോ. ഇത് റോസ്റ്റായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് നീളത്തിലരിഞ്ഞ് സവോള എടുത്തൊരു മറിക്കുക. സവോള നല്ലവണ്ണം അങ്ങ് വാട്ടിയെടുക്കുക കണ്ടോ. ഇതുപോലെ റോസ്റ്റ് ചെയ്യാം, തിരിച്ചും മറിച്ചും ഓക്കെ അങ്ങ് റോസ്റ്റ് ചെയ്തു, കണ്ണടച്ചങ്ങ് റോസ്റ്റ് ചെയ്തു എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇവനൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് നീളത്തിലരിഞ്ഞ പച്ചമുളക് എടുത്തൊരു ഇടിയിലിടുക. പച്ചമുളക് ഇതിലിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇവനൊന്ന് റോസ്റ്റായി ഒരു പരുവത്തിനും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ തക്കാളി എടുത്തിട്ട് കൊടുക്കുക കണ്ടോ. ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ ഇടുന്ന ആ കണക്കാണ് കേട്ടോ. അതിനനുസരിച്ച് തക്കാളിയും കൂടി ഇട്ട് നല്ലവണ്ണം അങ്ങ് വരട്ടിയെടുക്കുക കണ്ടോ. ഇതുപോലെ അങ്ങ് ഓക്കെ. ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവനും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടും കണ്ടോ. പച്ചപ്പൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് ചങ്ങാതി വരെ. എന്നിട്ട് ഇതിലേക്കുള്ള മസാലയാണ് മുളക് പൊടി കുറച്ച് മതിയാവും, അതിൻ്റെ ഡബിള് മല്ലി, പേരിന് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് അവനെ ഒന്ന് വരട്ടിയെടുക്കുക കണ്ടോ. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ലെവലായി കിട്ടും. ശേഷം മല്ലിയിലയും പുതിനയിലയും കൂടി ഇതുപോലെ വാരി ഇങ്ങ് തരുക. അവനെയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കണ്ടോ. നിങ്ങളോടെല്ലാം പ്രത്യേകം നന്ദി പറയാനുള്ള കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളുടെ കട്ട സപ്പോർട്ട്, അതൊരു രക്ഷയില്ലായിരുന്നു എൻ്റെ ചങ്ങാതി. മില്യൺ അടിച്ച വീഡിയോ, മില്യൺ. ആ സമയത്ത് ഇച്ചിരി തൈരും കൂടെ ഇട്ടു കേട്ടോ. തൈരും കൂടെ ഒഴിച്ച ശേഷം അവനെ ഒന്ന് മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലായി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും എടുത്തൊരു മറിക്കുക. അത് ആ മസാലയോടെ തന്നെ ഇങ്ങനെ അങ്ങ് വരട്ടിയെടുക്കുക കണ്ടോ. ഇതിങ്ങനെ ഓരോന്ന് ഇടുമ്പോഴും ഓരോ മസാലകളും ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഉപ്പെടുത്തിടുക. മസാല കൂടെ ഉപ്പിട്ടാലും കുഴപ്പമില്ല, ഈ വെജിറ്റബിൾ ഇട്ട ശേഷം ഉപ്പിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ വാരി വിതറിയ ശേഷം പിന്നെ മൊത്തത്തിലങ്ങ് റോസ്റ്റ് ചെയ്യുക കണ്ടോ. എന്നിട്ട് ഇവന് വേണ്ട വെള്ളം, അതായത് 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഇവനങ്ങ് മൊത്തത്തിലങ്ങ് കലക്കുക, നല്ല രീതിയിലങ്ങ് കലക്കുക. എന്നിട്ട് ഇവൻ തിളച്ച് അത്യാവശ്യം രൂപത്തിലും ഭാവത്തിലാവുമ്പോഴേക്ക് നമുക്ക് റൈസ്, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ ഇങ്ങനെ കുതിരാൻ വെക്കുക. ആ റൈസ് എടുത്തൊരു മറിക്കുക ഇതിലേക്ക്. എന്നിട്ട് ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിലിങ്ങ് മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി ഇപ്പം തന്നെ ഒരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. സംഭവം വേറെ ലെവലാണ്. എന്നിട്ട് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഒരു വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റി ഈ രൂപത്തിലായി വരുന്ന സമയമാകുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ വാരി വിതറുക കേട്ടോ. ശേഷം കുറച്ച് ഫ്രൈഡ് ഓണിയും കൂടെ വാരിങ് വിതറുക. ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് മൂടി വെച്ച് ഇവനൊന്ന് ലെവലാക്കി എടുക്കാൻ. എന്നിട്ട് മുകളിലേക്ക് ഇച്ചിരി നെയ്യും കുറച്ച് റോസ് വാട്ടറും കൂടെ ഇട്ട ശേഷം ഇതുപോലെ സിൽവർ ഫോയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അടപ്പ് വെച്ചോ നല്ലവണ്ണം ടൈറ്റാക്കി മൂടി വെക്കുക. മൂടി വെച്ച ശേഷം സ്ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കുക. അപ്പോഴൊക്കെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി സംഭവം ലെവലായിട്ട് വെജിറ്റബിൾ ബിരിയാണി റെഡിയായി കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി നല്ലതാണ്, കട്ട
കട്ടക്ക് ഇതേ അലുവ കഷ്ണം പോലെ സംഭവിക്കുന്നുണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്ക് കൊതിയാവുന്നില്ല, ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ സ്മെല്ലാണ് വരുന്നുണ്ടോ. ഇത്ര ഈസി ആയിട്ട് വെയിറ്റുള്ള ബിരിയാണി നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാം. കിട്ടക്ക സാധനം ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വീട്ടിലേക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ നാരങ്ങാച്ചാറുണ്ടെങ്കിൽ ഇതാ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് റേത്തയും കൂടെ സൈഡിലേക്ക് വെച്ചിട്ട് ഒരു പപ്പടം കൂടെ വെച്ചിട്ടെങ്കിൽ എൻ്റെ ചങ്ങാതി ഇതെല്ലാം കൂടെ ചേർത്തൊരു പിടുത്തങ്ങ് പിടിക്കണം. ഓ, കിള്ളി പോവും, കിള്ളി കിള്ളി കിള്ളി. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ചങ്ങാതി. ഇത്ര സാധനം മതി നമുക്ക് ഈസി ആയിട്ടൊരു വെജിറ്റബിൾ ബിരിയാണി വീട്ടിലങ്ങ് പുഷ്ക പോലെ ഉണ്ടാക്കാം. അപ്പോൾ കണ്ണടച്ച് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ സ്നേഹം